2017 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വാക്കുകളിൽ രണ്ടാം സ്ഥാനത്താണ് ബിറ്റ്കോയിൻ എന്ന വാക്ക്. ബിറ്റ്കോയിൻ്റെ ഹിസ്റ്ററി ആൻഡ് ഗ്രോത്ത് ആരെയും അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. അതായത് 2012 ബിറ്റ്കോയിൻ ഒരു ബിറ്റ്കോയിൻ്റെ വില വെറും 200 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് കറണ്ട് റേറ്റ് 1 ബിറ്റ്കോയിൻ ഈസ് ഈക്വൽ ടു 8.5 lakhs Indian rupees. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിനായിരുന്നു കൂടുതലും ബിറ്റ്കോയിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ തിരിച്ചു കൊടുക്കാൻ ബിറ്റ്കോയിൻ ആയിരുന്നു ഹാക്കേഴ്സ് ചോദിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ബിഗ് കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ് ആർ ആക്സെപ്റ്റിംഗ് ബിറ്റ്കോയിൻസ് in exchange of their products and services. അതായത് എക്സ്ബോക്സ് നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ മേടിക്കാൻ ബിറ്റ്കോയിൻ യൂസ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ മാർച്ച് 2020 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് RBI ഹാസ് ലീഗലൈസ്ഡ് ബിറ്റ്കോയിൻ ഇൻ ഇന്ത്യ. സിമിലർ വേ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഹാവ് ആക്സെപ്റ്റഡ് ബിറ്റ്കോയിൻസ് അറ്റ് പ്രസൻറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് 200 രൂപയ്ക്ക് 100 ബിറ്റ്കോയിൻ നമുക്ക് കിട്ടുമായിരുന്നു. 200 രൂപ ഒരു 600 രൂപ, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളത് സെൽ ചെയ്യുമ്പോൾ നമുക്ക് മോർ ദാൻ 8 crore തിരിച്ചു കിട്ടുന്ന അവസ്ഥയാണ്. ഇതാണ് ബിറ്റ്കോയിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ബിറ്റ്കോയിൻ, എങ്ങനെയാണ് ഇതിന് വാല്യൂ വന്നത്, അല്ലെങ്കിൽ എന്താണ് ബിറ്റ്കോയിൻ മൈനിങ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജ് എന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടല്ല. അധികവും നടക്കുന്നത് ഒരു ടു ഡിഫറെൻറ്റ് കൺട്രീസിലിരുന്നിട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ഡീൽ കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് പോളിസീസ് ഓഫ് ദാറ്റ് സ്പെസിഫിക് കൺട്രി, അല്ലെങ്കിൽ ടാക്സ് കൺസ്ട്രെയിൻസ് എല്ലാം ഉണ്ട്. നമുക്ക് വളരെ ഈസിയായി, ഇൻസ്റ്റൻ്റായി, സെക്യൂറായി മറ്റൊരു തേർഡ് പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ to anywhere in the world without any third party involvement. Here comes the importance of Bitcoin, which allows you to transfer money instantly without any third party. Here normal currency നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം ഒരു ബാങ്കിൻ്റെ ഒരു ബാക്കപ്പ് നമുക്ക് ആവശ്യമാണ്. അതായത് ഒരാൾ ഇവിടുന്ന് നമ്മളൊരു വേറൊരു അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഡ്ജർ, അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മുഴുവൻ കീപ്പ് ചെയ്യുന്നത് ബാങ്കിലാണ്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ അതോറിറ്റി അവിടെ, നമുക്കിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ RBI അത് കൺട്രോൾ ചെയ്യുന്നതാണ്. പക്ഷേ അതിനെയൊക്കെ റെവല്യൂഷനൈസ് ചെയ്ത് അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ചെയ്തിരിക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസി വിച്ച് ഡസ് നോട്ട് നീഡ് എനി തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ സച്ച് ആസ് ബാങ്ക്സ്, അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റി ഇല്ലാത്തൊരു ട്രാൻസാക്ഷൻ മീഡിയമാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ വാല്യൂ ആരാണ് ഫിക്സ് ചെയ്യുന്നത്? നമുക്കറിയാം, ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രിവൺ ബൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ബിറ്റ്കോയിൻ്റെ കൺസെപ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതൊരു ലിമിറ്റഡ് 21 മില്യൺ ബിറ്റ്കോയിൻസ് ആണ് അതൊരു ലിമിറ്റഡ് റിസോഴ്സാണ്. അപ്പോൾ ആ റിസോഴ്സ് ഓൾമോസ്റ്റ് സോ ഫാർ അറൗണ്ട് 16 മില്യൺ ബിറ്റ്കോയിൻസ് ആർ ഓൾമോസ്റ്റ് മൈൻ ചെയ്ത് കഴിഞ്ഞു. മൈൻ ചെയ്യുന്ന കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കി 4 മില്യൺ ഈസ് പെൻഡിങ്. ബിറ്റ്കോയിൻ മൈനേഴ്സാണ് അത് മൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് മൈൻ ചെയ്തെടുക്കാൻ തന്നെ സോ മെനി ഇയേഴ്സ് ഇനിയും എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ലാൻഡ് മേടിക്കുമ്പോൾ അതിനകത്ത് ലാൻഡിന് എന്തുകൊണ്ടാണ് വാല്യൂ കൂടുന്നത്? സ്കേഴ്സിറ്റി, അതായത് ലാൻഡ് കൂടുന്നില്ല, പക്ഷേ അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ആൾക്കാർ മേടിക്കുന്നത് കൂടുന്നതുകൊണ്ട് ലാൻഡിൻ്റെ വാല്യൂ കൂടുന്നു. സിമിലർ വേ സ്കേഴ്സിറ്റി തന്നെയാണ് ഇവിടെയും. ഇക്കണോമിക്സ് തന്നെയാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ബിക്കോസ് സപ്ലൈ ഈസ് ലിമിറ്റഡ് ആൻഡ് ഡിമാൻഡ് ഈസ് മോർ. അങ്ങനെയാണ് ഇത്രയും പൈസ ഇതിന് കൂടി വരുന്നത്.
അപ്പോൾ ബിറ്റ് കോയിൻ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ എങ്ങനെയാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ട് റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ബിറ്റ് കോയിൻ ഇറ്റ് സെൽഫ് എങ്ങനെയാണ് ഒരു വാല്യൂ ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ വാല്യൂ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കറൻസിക്ക് ഒരു ഫിയറ്റ് കറൻസി നമ്മൾ സെൻട്രൽ ബാങ്കൊക്കെ RBI ഇഷ്യൂ ചെയ്യുന്ന കറൻസിയുടെ അതേ യൂസ് തന്നെയാണ് ബിറ്റ് കോയിൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഒരു കറൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതായത് നമുക്ക് ഡ്യൂറബിൾ ആയിരിക്കണം, വളരെ കാലം യൂസ് ചെയ്യാൻ പറ്റണം, പോർട്ടബിൾ ആയിരിക്കണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം, ഡിവിസിബിലിറ്റി, അതായത് നമുക്ക് 100 റുപ്പീസിൻ്റെ നോട്ട് കൊടുത്താൽ 250 മേടിച്ച് കിട്ടാനുള്ള കഴിവുണ്ടാവണം. ഇതൊക്കെ തന്നെയാണ് ഒരു കറൻസിക്ക് വേണ്ടത്. ഇതെല്ലാം ബിറ്റ് കോയിനും പറ്റുന്നുണ്ട്. The difference is that Bitcoin is based on the properties of a mathematics, and fiat currency properties പറഞ്ഞാൽ സെൻട്രൽ അതോറിറ്റിയുടെ ട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ അതിന് ആ വാല്യൂ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ റിസർവ് ഓഫ് അവർ ഗോൾഡ് ഓർ സംതിങ് ഈക്വലൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മേജർ ഡിഫറൻസ്. നമുക്ക് എങ്ങനെ ഒരു ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഇതിങ്ങനെ നമുക്കിപ്പോൾ അക്വയർ ചെയ്യാമെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ദർ ആർ 3 ways we can acquire a Bitcoin. ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസി. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഏറ്റവും വാല്യൂ കൂടിയൊരു ക്രിപ്റ്റോ കറൻസിയാണ്. ഇഫ് ഐ റിമെമ്പർ റൈറ്റ് ഓർ ഇഫ് ഐ എം റൈറ്റ്, ദർ ആർ മോർ ദാൻ 1000 ക്രിപ്റ്റോ കറൻസീസിലുണ്ട്. അതിൽ ഏറ്റവും വില കൂടിയതാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സാധനം കൊടുത്തിട്ട് അതിന് പകരം ബിറ്റ് കോയിൻസ് മേടിക്കാം. മൈക്രോസോഫ്റ്റൊക്കെ ബിറ്റ് കോയിൻസിന് പകരം സർവീസ് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ നമുക്ക് ബിറ്റ് കോയിൻസ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ, ദർ ഇസ് എൻ എക്സ്ചേഞ്ച്, ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് ഇറ്റ് സെൽഫ് വിച്ച് ഈസ് legalized. Coinbase.com is one of the very famous exchange where you can buy Bitcoin or other cryptocurrency. There are top 4 cryptocurrencies. One is Bitcoin, second one is Bitcoin Cash ഉണ്ട്, ഇഥെറം എന്ന് പറഞ്ഞൊരു കറൻസി ഉണ്ട്, വേറെ ലൈറ്റ് കോയിൻ. അപ്പോൾ 4 കറൻസിയാണ് നമുക്ക് ടോപ്പ് 4 ആയിട്ട് പറയാൻ പറ്റുന്നത്. അതിൻ്റെ പ്രൈസും ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിറ്റ് കോയിൻ മൈനിങ് എന്താണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു, ഫിയറ്റ് കറൻസി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ബാങ്ക് ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ് കോയിൻ ഇറ്റ്സ് എ പബ്ലിക് ലെഡ്ജർ ദാറ്റ് ഈസ് കോൾഡ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിനകത്താണ് ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു എൻട്രിയാണ് അവിടെ. ബിറ്റ് കോയിൻ്റെ ഓരോ ബ്ലോക്ക് ചെയിനിലും അതിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും കണക്റ്റഡ് ആയിട്ടാണ് ഒരു ചെയിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത്, ഈ പബ്ലിക് ലെഡ്ജർ അപ്ഡേറ്റ് ചെയ്യുന്നത് മൈനിങ്, ബിറ്റ് കോയിൻ മൈനിങ് എന്ന ആ പ്രോസസ്സിനാണ് ബിറ്റ് കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിന് ഞാനൊരു വളരെ സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്കൊരു ട്രാൻസാക്ഷൻ എടുത്തിട്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. കുറച്ച് ഹൈ ലെവലായിട്ട് ടെക്നിക്കലി ഹാഷിംഗ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു യൂസർ പെർസ്പെക്റ്റീവിൽ കാണാം. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, രാഹുൽ എന്ന കക്ഷി ജോർജിൻ്റെ അടുത്തുനിന്ന് ഒരു കാർ മേടിക്കുകയാണ് ഫോർ എ ബിറ്റ് കോയിൻ. ഫോർ എക്സാമ്പിൾ 3 Bitcoins he sells for, he is trying to buy a car from George. അതാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ യൂസർ പെർസ്പെക്റ്റീവിൽ ഇത് നമ്മളൊരു ആപ്പിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മളെ ബാങ്കിങ് ആപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ബിറ്റ് കോയിൻ വാലറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് നമുക്കൊരു ബിറ്റ് കോയിൻ നമ്മൾ ഓണർ ആണെങ്കിൽ നമുക്കൊരു ക്രിപ്റ്റോ കറൻസി അഡ്രസ്സ് ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും. ആ കീ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ടു ആക്സസ് ദ ക്രിപ്റ്റോ കറൻസി അഡ്രസ്സ്. ഈ ക്രിപ്റ്റോ കറൻസി അഡ്രസ്സിൽ നിന്ന് മറ്റേ ടാർഗറ്റ്, അതായത് ബൈ ചെയ്യുന്ന ആളിലേക്ക് അയക്കാനുള്ളൊരു ക്രിപ്റ്റോ കറൻസി അഡ്രസ്സ് കണക്ട് ചെയ്യുന്നതാണ് ഈ കീ എന്ന് പറയുന്നത്. കീ എന്ന് പറഞ്ഞാൽ നമ്മളെ പാസ്വേഡ് പോലെ. അപ്പം നമ്മളൊരു മൊബൈൽ വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു, വി ലോഗിൻ യൂസിങ് ദ കീ ആൻഡ് സെൻഡിങ് എ ബിറ്റ് കോയിൻ ടു ദ സെക്കൻഡ് പാർട്ടി. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. യൂസർ പെർസ്പെക്റ്റീവിൽ ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ അപ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് അപ്പോഴെന്താണ് പിറകിൽ നടക്കുന്നത് നമുക്കൊന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം ദിസ് പേഴ്സൺ രാഹുൽ സെൻഡ്സ് എ ബിറ്റ് കോയിൻ ടു ജോർജ് ഫോർ ഗെറ്റിംഗ് ദ കാർ. 3 Bitcoins എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ലാൻഡ് ക്രൂസർ വരെ മേടിക്കാൻ പറ്റും, അത്രയും വില കൂടിയ സമയമാണിത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഈസ് ബ്രോഡ്കാസ്റ്റഡ് ടു ദ
cryptocurrency network and അത് cryptocurrency public ledgerലെ ഒരു എൻട്രി ആയിട്ട് വരും. ഈ cryptocurrency public ledger will be updated in every 10 minutes. അങ്ങനെയാണ് അത് വേരി ചെയ്യാം. അപ്പോൾ ആ സമയത്ത് കുറേ ട്രാൻസാക്ഷൻ, any transaction which has happened in that 10 minutes will be recorded in that public ledger. So this transactions has to be added as a block to the blockchain. അവിടെയാണ് ഈ മൈനിങ് ബിറ്റ്കോയിൻ മൈനേഴ്സ് വരുന്നത്. അപ്പോൾ ഈ മൈനേഴ്സ് ഇത് പിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, കുറേ മൈനേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആരാണ് ഇത് പിക്ക് ചെയ്യുക എന്ന് ചോദിക്കാം. വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ഓൾ ദ മൈനേഴ്സ് വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ. പക്ഷേ the person who can do this, they are given as some mathematical problem, and who solves this first, it's a puzzle kind of thing, who solves this first will get the chance to add this block to the public ledger. And in that process, during that process, if that miner gets a reward as a bitcoin, ഇതാണ് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ നടക്കുന്നത്. അങ്ങനെ പബ്ലിക് ലെഡ്ജർ അത് once that is added to the public ledger, this will be broadcasted everywhere and it will sync with every database. That means this public ledger is public to all. അപ്പോൾ നമുക്കൊരു മാനിപ്പുലേഷൻ നടത്താൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഹാഷിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്, വൺസ് യു കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ ഹാഷ് കോഡ്, അതിനെ റിവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ് വേണമെങ്കിൽ നമുക്കൊരു വേറൊരു വീഡിയോ അതിനെ പറ്റി ഇറക്കാം, കുറച്ച് ടെക്നിക്കലാണെന്ന് മാത്രം. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഈ സിമ്പിൾ എക്സാമ്പിളിലൂടെ ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മൈനിങ് നിങ്ങൾ വിചാരിക്കും ബിറ്റ്കോയിൻ കിട്ടുമല്ലോ, മൈനിങ് ഈസ് സിമ്പിൾ. മൈനിങ് സിമ്പിൾ അല്ല, അതിന് വളരെ സ്പെസിഫിക് ഡിവൈസസ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അതിനായിട്ട് ഫോക്കസ് ചെയ്യണം. ആ സ്പെസിഫിക് ഡിവൈസ് വിൽ take huge amount of electricity. There are a lot of, അപ്പോൾ നമ്മളൊരു വലിയൊരു പ്രോഫിറ്റബിൾ ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് വർക്ക് യു ഡു, യു വിൽ ഗെറ്റ് സം ബെനിഫിറ്റ്. അപ്പോൾ നമുക്കിനി ഫൈനലി ഇതിൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് കൂടി ഒന്ന് ആസ് യൂഷ്വൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് തിങ് ഈസ് ഫ്രീഡം. പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫ്രീഡം തന്നെയാണ്. നമുക്ക് ഏത് കൺട്രീസിലും ഒരു ജിയോ ഫെൻസിങ് അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ഫെൻസിങ് ഇല്ലാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ കൺട്രിയുടെ പോളിസി ഒന്നും ബന്ധപ്പെടാതെ നമുക്കൊരു ട്രാൻസാക്ഷൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സെക്കൻഡ്ലി, നമ്മളൊരു ട്രാൻസാക്ഷൻ ഫീ അത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, റിസീവിങ്ങിന് നമുക്ക് ചാർജസ് ഇല്ല, പക്ഷേ സെൻഡിങ്ങിന് നമുക്ക് ഡിസൈഡ് ചെയ്യാം പൈസ. നമ്മൾ കൂടുതൽ പൈസ ചെയ്യുകയാണെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അത്രയും ഇതിൽ നമുക്ക് ഡെലിവറി സർവീസ് ഉണ്ട്. അപ്പം പിന്നെ ഇത് സെക്യൂറാണ്, പ്ലാറ്റ്ഫോം സെക്യൂറാണ്, നമുക്ക് എല്ലാം അറിയാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കൂടുതലും മോർ ടുവേർഡ്സ് ആക്സെപ്റ്റൻസ്. പലരും ഇപ്പോൾ കൺട്രിയിലെ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഈ ബിറ്റ് കോയിൻ, പേഴ്സണലി ഐ ഹാവ് നോട്ട് ഇൻവെസ്റ്റഡ് ഓൺ ബിറ്റ് കോയിൻസ്. അപ്പം അങ്ങനെ നമ്മളൊരു വളരെ കുറച്ച് പേര് ഇത് യൂസ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് വൺ. പിന്നെ ഇത് വൊളാറ്റിൽ, അതായത് അത്രയും ഈ കറൻസി നമ്മൾ പെട്ടെന്നൊരു ആ പെർസെൻറ്റേജിനെ യൂസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രൈസ് മറിയുന്നൊരു ഇതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രഡിക്ഷൻ, ലൈക്ക് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിലൊക്കെ നമുക്കറിയാം അവിടെ ഒരു കൺട്രോളിങ് സിസ്റ്റം ഉണ്ട്. ഇതിന് അങ്ങനെ ഒരു കൺട്രോൾ ഇല്ല. അപ്പോൾ ഒരു വൊളാറ്റിൽ ആണ് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. ആഡിങ് ടു ദാറ്റ്, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇതൊരു ഓൺഗോയിങ് ഡെവലപ്മെൻറ്റ്. ഇതിപ്പോഴും ഒരു മെച്യൂർ പ്രൊഡക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും ഇതിൻ്റെ പോളിസീസ് ആൻഡ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് മാച്യൂർഡ്. അറിയാലോ, നമ്മളന്ന് 2012 ഹാക്കിങ്ങിന് മാത്രം അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് മാത്രം യൂസ് ചെയ്യുന്ന ബിറ്റ് കോയിൻ ഇപ്പോൾ എല്ലാ കൺട്രീസും ആക്സെപ്റ്റ് ചെയ്ത് ലോട്ട് ഓഫ് അഡ്വാൻസ്മെൻറ്റ്സ് ഇതിലുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു നമുക്ക് ഫ്യൂച്ചറിൽ ദിസ് വിൽ ബി യൂസ്ഫുൾ എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ കോൺസെപ്റ്റ് എന്താണ് ബിറ്റ് കോയിൻ, എങ്ങനെയാണിത്, ഇപ്പോഴത്തെ ഒരു ന്യൂ കോൺസെപ്റ്റ് ആയതുകൊണ്ട് അത് മനസ്സിലായെന്ന് കരുതുന്നു. കമൻറ്റ്സ് അറിയിക്കുക, സജഷൻസ് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക.
അപ്പോൾ സജഷൻസ് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണോ അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റിനെ പറ്റി അറിയണമെങ്കിൽ തീർച്ചയായും അറിയിക്കുക. അതിനെപ്പറ്റിയൊരു വീഡിയോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു സൂൺ.